ിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെയും ക്രൈസ്തവ സഭകളുടെയും എതിർപ്പിന് പിന്നാലെ വനനിയമ ഭേദഗതി ബിൽ ഉപേക്ഷിച്ച് സർക്കാർ. ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നിയമ ഭേദഗതി ദുർവിനിയോഗം ചെയ്യാൻ ഇടയുണ്ടെന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വനം നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആർ ശ്രീയത്ത് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങളുമായി. ശ്രീയത്ത്, വനനിയമ ഭേദഗതി ബിൽ ഉപേക്ഷിക്കുന്നു സർക്കാർ. അതിന് എന്തൊക്കെ വിശദീകരണങ്ങൾ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്? ജനങ്ങളുടെ ആശങ്ക അത് മാത്രമല്ല, പ്രതിപക്ഷം ഒപ്പം ക്രൈസ്തവ സഭകൾ ഇനി സ്വന്തം മുന്നണിയിൽ നിന്നും ഉൾപ്പെടെ ചില പ്രതികരണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ഈ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും? പ്രജിൻ, വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളിൽ നിന്നും കർഷക സംഘടനകളിൽ നിന്നും വ്യാപകമായ എതിർപ്പാണ് ഉണ്ടായത്. ഇത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് സർക്കാരിൻ്റെ നാടകീയമായ പിന്മാറ്റം. ഈ മാസം 27-ന് UDF മലയോര മേഖലയിലൂടെ ജാഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ പിന്മാറ്റമെന്നത് ശ്രദ്ധേയമാണ്. UDFൻ്റെ രാഷ്ട്രീയ നീക്കത്തെ മുളയിലേ നുള്ളാനുള്ള ഒരു ഇടപെടലായി വേണമെങ്കിൽ ഇതിനെ കരുതാം. അത്തരത്തിൽ സർക്കാർ നേരത്തെയും വിവാദങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പിന്മാറിയ ചരിത്രമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത്തരമൊരു പിൻവാങ്ങലിൻ്റെ നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് ബ്രൂവറി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ ഇടപാടിൽ നിന്ന് പിൻവാങ്ങുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി എന്ന് കൈക്കൊണ്ടത്. അതുപോലെ തന്നെയാണ് സ്പ്രിംഗ്ലർ കരാറിലും ഒപ്പം തന്നെ IT ആക്ട് ഭേദഗതിയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടായത്. സമാനമായൊരു ഭേദഗതി രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് പരിഗണിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസ് എം മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു. വിവിധ ക്രൈസ്തവ സംഘടനകളും വനനിയമ ഭേദഗതിയിൽ ആശങ്ക അറിയിച്ച് മുന്നോട്ട് വന്നു. കർഷക സംഘടനകൾക്കും മറ്റും ഇതേ ആശങ്കയുണ്ടായിരുന്നു. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പിന്മാറുന്നു. എല്ലാ കാലത്തും ഇടത് സർക്കാർ മലയോര ജനതയ്ക്കൊപ്പമാണ്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. എല്ലാ നിയമങ്ങളും മനുഷ്യർക്കൊപ്പമാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. വനനിയമത്തിൻ്റെ കാര്യത്തിലും ആ കാഴ്ചപ്പാട് തുടരാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ ഇപ്പോൾ വിവാദങ്ങൾ വന്ന സാഹചര്യത്തിൽ സർക്കാർ പൂർണ്ണമായി തൽക്കാലം ഈ നിയമം നടപ്പിലാക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ പ്രകൃതി സംരക്ഷണം എന്ന നിലപാടിൽ, പരിസ്ഥിതി സംരക്ഷണ നിലപാടിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. പ്രജിത്ത്, ആർ ശ്രീയത്താണ് തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകിയത്.